അങ്ങനെ ഫൈനലി ഞാനും ചെയ്യാണ് ഗിവ് അവേ. അപ്പോൾ ആദ്യം തന്നെ ഗിഫ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ഹനാൻ. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഗിഫ്റ്റ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഇതിനെക്കുറിച്ച് കുറേയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ, പേപ്പർ സോപ്പ് ഇപ്പം എല്ലാവർക്കും അറിയാം. ഗിവ് അവേ അനൗൺസ് ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു ഗിവ് അവേ ഒന്നുമല്ല, കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ 2-3 പേർക്കാണ് ഇത് കൊടുക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണണേ. ഞാനിതിൻ്റെ ഇടയ്ക്കാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്, അപ്പോൾ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ എല്ലാം നിങ്ങൾ ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ ഒരു ക്യൂട്ട് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊരു ഹൈലൈറ്റ് സെറ്റ് ആണ്, നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കിട്ടുന്ന ആൾക്ക് ഒരു സാധനം കൂടി എക്സ്ട്രാ കിട്ടും കേട്ടോ. ഈ ഒരു ക്യൂട്ട് ആയിട്ടുള്ള പൗച്ചാണ്. നമ്മളിപ്പോൾ ജസ്റ്റ് 3K സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. അപ്പോൾ ഈ ഒരു ഗിവ് അവേ കഴിയുമ്പോഴേക്കും ഒരു 4K എങ്കിലും ക്രോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. മെയിൻലി ഇത് അവർക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ ചെറിയ കുട്ടികളാണ് ഇതെന്ന് എനിക്ക് തോന്നലുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫുൾ ഗിഫ്റ്റ്സും വാങ്ങിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടി മാത്രമല്ല, കുറച്ച് വലിയ ആൾക്കാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫുൾ ആയിട്ട് കാണാം. നേരത്തെ കാണിച്ചത് ഇറേസേഴ്സ് ആയിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പൗച്ചോ അല്ലെങ്കിൽ നമുക്കൊരു ഫയലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ. പെൻസിൽ കേസ് ഐറ്റോ അല്ലെങ്കിൽ നമുക്ക് ഫയലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ്. ഇങ്ങനത്തെ ഒന്നല്ല 3 പേർക്കുള്ളത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ടോട്ടൽ നമ്മൾ 4 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാന്നൊക്കെ ഉള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇത് നമ്മളെ കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ വിചാരിച്ച് വാങ്ങിച്ചത് തന്നെയാണ്. ഇതൊരു നൊസ്റ്റോ ഐറ്റം ആണ് കേട്ടോ. ഇതേപോലത്തെ സ്കെയിലാണ്. പണ്ടൊക്കെ എൻ്റെ കയ്യിൽ ഇതേപോലത്തെ വാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിൽ മെഷർമെന്റ്സ് ഒന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് മെഷർമെന്റ്സിനൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതും 2 ഉണ്ട്. ഇങ്ങനെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്കെയില്. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും, അങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു പെന്നും പെൻസിലും ഉണ്ട്. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയി, എല്ലാം വാങ്ങിച്ചു വന്നപ്പോൾ മൊത്തത്തിലൊരു യൂണിക്കോൺ മയമായിരുന്നു കേട്ടോ. ആ ഒരു ഹൈലൈറ്റർ ഒഴിച്ച് ബാക്കി എല്ലാം യൂണിക്കോൺ തീമിൽ തന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. അതെന്താ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഈ ഒരു ബുക്കും ഇല്ല കേട്ടോ. ഈ ഒരു ബുക്ക് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു തീമിലാണ്, കുറച്ച് കോട്സ് ഒക്കെ വന്നിട്ട്. അപ്പോൾ ഇതും നിങ്ങൾക്കുള്ളത് തന്നെയാണ്. ഇതും ഞാൻ 3 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബുക്ക് തന്നെയാണ്. സ്കൂളിൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ഹോംവർക്സ് ഒക്കെ അടയാളപ്പെടുത്തി വെക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള ബുക്കാണ് കേട്ടോ. ഈ ഒരു ബുക്കിന്റെയും ഒന്ന് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ജേർണലിങ്ങിനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നതും ഒരു ചെറിയ നോട്ട്ബുക്കാണ്. അതും യൂണിക്കോൺ തീം തന്നെയാണ് കേട്ടോ. ഇത് ലൈൻസ് വരുന്ന പേജസ് ആണ് കേട്ടോ. ഇതിൽ നമുക്ക് ഡേറ്റ് എഴുതാനും പിന്നെ നല്ലൊരു ക്യൂട്ട് യൂണിക്കോൺ പ്രിന്റ് ഒക്കെ ഉണ്ട്. ഒരു കുഞ്ഞു പോക്കറ്റ് ഡയറി ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സ്കൂളിലൊക്കെ കൊണ്ടുപോയി ഷോ കാണിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഏതൊക്കെ ഗിഫ്റ്റ്സ് കൊടുക്കണം എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയണേ. ഈ ഒരു ബോക്സ് ഞാൻ ഒരാൾക്കായിട്ട് തന്നെ കൊടുക്കാന്ന് വിചാരിച്ചു. ഇതിലും കംപ്ലീറ്റ്ലി യൂണിക്കോൺ ഐറ്റംസ് ആണ് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ എങ്ങനെയൊക്കെയാ കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ 4 പേർക്ക് കൊടുക്കണോ അതോ 3 പേർക്ക് തന്നെ ഇത് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതിയോ എന്നും കൂടി കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബോക്സ് തന്നെയാണ്. പിന്നെ അതിലിങ്ങനെ ഇറേസർ, സ്കെയില് അങ്ങനെ വരുന്ന സെറ്റ് ഉണ്ട്. പിന്നെ ചെറിയൊരു ബോക്സിലുള്ളത് ഒരു 4-5 ഷെയ്ഡ് വരുന്ന കളർ പെൻസിൽസ് ആണ്. അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ കമന്റ്സ് നോക്കി തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ആരും കമന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ചെയ്യുന്ന ഒരു ഗിവ് അവേ ആണ്. അപ്പോൾ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം കേട്ടോ. ഈ ഒരു ഗിവ് അവേന്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ടായിരിക്കും കേട്ടോ നമ്മൾ നെക്സ്റ്റ് ഗിവ് അവേ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേ. ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് May 13 May 31 വരെയാണ് കേട്ടോ ഞാൻ ഈ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നത്. May 31 അല്ലെങ്കിൽ June 1 ആയിട്ട് വിന്നർ അനൗൺസ് ചെയ്തിട്ടുള്ള വീഡിയോ ഇടും കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ്, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി ഗിവ് അവേ ഗിഫ്റ്റ് ആയിട്ട് വെക്കാന്ന് വിചാരിച്ചു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷമായിരിക്കുമല്ലോ. നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ്. ഇത് ബാക്കിൽ പീൽ ചെയ്തിട്ട് വേണം കേട്ടോ സ്റ്റിക്ക് ചെയ്യാൻ. അപ്പൊ ഇനി എല്ലാവരും കാത്തിരുന്ന ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. നമ്മുടെ ഗിവ് അവേ റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. കമ്പൽസറി ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം കേട്ടോ. അതാണ് നമ്മുടെ ഫസ്റ്റ് റൂള്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ സബ്സ്ക്രൈബേഴ്സിനാണ് ഞാൻ ഗിഫ്റ്റ്സ് കൊടുക്കുന്നത്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് കേട്ടോ. നമ്മുടെ ചാനലിൽ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ക്രാഫ്റ്റ്സ് ഒക്കെ വരും. അപ്പൊ അതൊക്കെ വാച്ച് ചെയ്യുക. പിന്നെ അടുത്ത ഗിവ് അവേക്ക് നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നെക്സ്റ്റ് റൂൾസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഷെയറും കൂടി ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നതും നിങ്ങളുടെ ഫ്രണ്ട്സിന് കിട്ടുന്നതും സെയിം ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ 2 പേരെ ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഞാൻ നെക്സ്റ്റ്
ഫസ്റ്റ് ഇടുന്ന 3 ഷോർട്സിൽ കമന്റ് ചെയ്യുന്നവരായിരിക്കും കേട്ടോ. കമന്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ പേരും വെക്കാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓൺ ചെയ്ത് വെക്കുക കേട്ടോ, എന്നാലും നിങ്ങൾക്ക് വീഡിയോ വരുമ്പോൾ വേഗം തന്നെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ടാളത് സെറ്റായി. ഇനിയുള്ള ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഒരു ലോങ് വീഡിയോന്റെ താഴെ കമന്റ് ഇടുന്ന ഒരാളെ ആയിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ഇടുക, അതേപോലെ നിങ്ങളുടെ പേരും അതിന്റെ കൂടെ വെക്കുക കേട്ടോ. ഇനി മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോന്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ടൈറ്റിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതാ നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇനി ഇതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, നിങ്ങളുടെ ഫുൾ നെയിം, ഡിസ്ട്രിക്ട്, പിന്നെ അതേപോലെ ഫോൺ നമ്പർ, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇതിൽ അഡ്രസ്സ് കൊടുക്കുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ പേരൻസിന്റെ അടുത്ത് ചോദിച്ചിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്രസ്സ് ആണ് വേണ്ടത്. നിങ്ങളാണ് വിന്നർ എങ്കിൽ ഞാൻ ഈ ഒരു ഡീറ്റെയിൽസിലായിരിക്കും നിങ്ങളുടെ ഗിഫ്റ്റ് സെൻഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് തെറ്റിക്കാതെ തന്നെ കൊടുക്കുക. ഇതിലുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു 7th നമ്മുടെ കമന്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ചാനലിനെ കുറിച്ച് പറയാനുള്ളത് അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാ കമന്റ്സും വായിച്ച് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ആളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല നല്ല കമന്റ്സ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡീറ്റെയിൽസ്. ആരും മറക്കണ്ട, May 31st ഇത് എൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ഗിഫ്റ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഇനിയും നമ്മൾ ഗിവ് അവേസ് ഒക്കെ വെക്കും. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.